അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്നഹ്ളത്തുൽ ഇന്തിബാഹിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരൊറ്റ പദം. ആ ഒരൊറ്റ പദത്തിന് അറബിയിൽ 4 അർത്ഥങ്ങളുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ആ പദം മറ്റൊന്നുമല്ല, അൽ ജദ് എന്നുള്ള പദമാണ്. ജദ് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരർത്ഥമുള്ളത് വല്ലിപ്പ എന്നുള്ള അർത്ഥമാണ്. അബുൽ അബ് അല്ലെങ്കിൽ അബുൽ ഉമ്മ, ഉപ്പാന്റെ ഉപ്പയോ ഉപ്പുപ്പ അല്ലെങ്കിൽ ഉമ്മാന്റെ ഉമ്മയോ വല്ലിപ്പ ഉപ്പുപ്പ എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് അൽ ജദ്. എന്താണ്? വല്ലിപ്പ ഉപ്പുപ്പ. അതാണ് ഒരർത്ഥം. അത് നമുക്ക് ഏവർക്കും സുപരിചിതമായ അർത്ഥമാണ്. അപ്പോൾ അതൊരർത്ഥം. രണ്ടാമത്തെ അൽ ജദ്, രണ്ടാമത്തെ അർത്ഥം അളുമത്ത് എന്നുള്ളതാണ്. അതായത് മാഹാത്മ്യം, മഹത്വം എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഖുർആനിൽ സൂറത്തുൽ ജിന്നിൽ വന്ന ഒരു ആയത്താണ്. വഅന്നഹു തആല ജദ്ദു റബ്ബിന മത്തഖദ സാഹിബതൻ വലാ വലദ. അവിടെ അർത്ഥം ജദ് എന്ന് പറഞ്ഞാൽ അളമത്തു റബ്ബിന എന്നാണ്. അതായത് റബ്ബിന്റെ മാഹാത്മ്യം എന്നുള്ളതാണ്, റബ്ബിന്റെ മഹത്വം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു അർത്ഥമുള്ളത് അൽ ജദ് ഹുവൽ ഹല്ലു വൽ ഇന, ഓഹരി. ഹല്ലു എന്ന് പറഞ്ഞാൽ ഓഹരി, വൽ ഇന അതുപോലെ ഐശ്വര്യം എന്നുള്ളതാണ്. അത് റസൂലിൻ്റെ ഒരു ദുആയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാര ശേഷം ഉള്ള ഒരു ദിക്റിലെ ഒരു ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും, വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ എവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ദിക്റാണ്. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഔ ലാ യൻഫഉ ദൽ ഇന മിൻക ഇനാഹു എന്നാണ്. അതായത് നിന്റെ ഐശ്വര്യമില്ലാതെ മറ്റൊരു ഐശ്വര്യത്തിൽ നിന്നും പ്രയോജനമില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഐശ്വര്യം എന്നുള്ള അർത്ഥത്തിലാണ്. സമ്പന്നത, ഐശ്വര്യം. നിന്റെ സമ്പന്നത അല്ലാതെ, നിന്റെ ഐശ്വര്യമല്ലാതെ വേറൊരു ഐശ്വര്യവും ഉപകാരപ്പെടുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ ഉള്ള അർത്ഥം ഐശ്വര്യം, ഓഹരി എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഈ ജദ് ഉപയോഗിക്കുന്നത്. ഇനി ജദ് അപ്പോൾ സന്ദർഭത്തിനനുസരിച്ചാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നർത്ഥം. ഹുൽ ഖത്ത്, മുറിക്കുക എന്നുള്ളതാണ്. യുഖാലു ജദത്തു ഷൈഅൻ ജദ്ദൻ എന്ന് പറഞ്ഞാൽ ഔ ഖതഅതുഹു ഖതഅൻ, ഞാനൊരു മുറി മുറിച്ചു എന്നാണ്. കാല ഷാഇറുൽ ആഷിഖ്, ഒരു പ്രേമ കവി പറയാണ്, അബാ ഹുബ്ബി ലി സൽമ അൻ യുബീദ വ അംസ ഹബ്ലഹ ഖലഖൻ ജദീദ എന്നുള്ളത്.